നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 532nd day. Today, third sloka of Prathama Skandam, second chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേഘം അധ്യാത്മദീപമതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേഘം അധ്യാത്മദീപമതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഓം തത്സത്. സൂതപൗരാണികൻ ആദ്യം ശുകബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് ഇപ്പോൾ വ്യാസഭഗവാനെ നമസ്കരിക്കുകയാണ്. ആ വ്യാസഭഗവാൻ എങ്ങനെയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ വളരെ വിശദമായിട്ട് പറയുകയാണ്. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. ഈ സംസാര ലോകത്ത്, അതായത് ഈ ലോകത്ത് ലൗകികന്മാരായിട്ടുള്ള മനുഷ്യരോടുള്ള കരുണ നിമിത്തം ആ ഭഗവാൻ സംസാര ഘോര അന്ധകാരത്തെ, ഈ സംസാര ചക്രമാകുന്ന ഘോര അന്ധകാരത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരെ ഉദ്ദേശിച്ച് അവരോടുള്ള കരുണയെ കൊണ്ട് സ്വാനുഭാവം എന്ന് പറഞ്ഞാൽ അസാധാരണ മഹിമയുള്ളതും അഖിലശ്രുതി, എല്ലാ വേദങ്ങളുടെയും സാരം, അഖിലശ്രുതി സാരം, ഏകം എന്ന് പറഞ്ഞാൽ അദ്വിതീയമായിട്ടുള്ളത്, ഒറ്റ ഒന്ന് മാത്രം. അതുമാത്രമേ ശ്രീമദ് മഹാഭാഗവതത്തോട് ഉപമിക്കുവാൻ വേറെ ഒന്നുമില്ല. അതുമാത്രമാണ് അതിനോടുള്ള ഉപമ. വേറെയൊന്നും ഉപമയായിട്ടില്ലാത്തതും ആയിട്ടുള്ള ആ പുരാണമായിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഗുഹ്യം, പുരാണം ഗുഹ്യം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായിട്ടുള്ള ആ അധ്യാത്മം ദീപമായിട്ടുള്ള, അത് അന്ധകാരത്തെ കടക്കുവാൻ ഉപയോഗിക്കുന്ന ആ മഹാഭാഗവതം നമുക്ക് ഉപദേശിച്ചു പറഞ്ഞു തന്ന ഗുരുവായ ആ മുനിയെ, വ്യാസപുത്രനെ തന്നെയാണ് ഇവിടെയും വീണ്ടും പറയുന്നത്, വ്യാസനെയല്ല. ആ വ്യാസപുത്രനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് വീണ്ടും ശ്രീ ശുകബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. വ്യാസൻ്റെ പുത്രനായിട്ടുള്ള ആ മഹാമുനിയെ ഞാനിതാ നമസ്കരിക്കുന്നു. ആദ്യവും നമിക്കുന്നേൻ എന്ന് പറഞ്ഞു. എം പ്രവ്രജന്തമനുഭേദം അഭേദകൃത്യം എന്നുള്ള രണ്ടാമത്തെ ശ്ലോകത്തിലും ശ്രീ ശുകബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ശ്ലോകത്തിലും അദ്ദേഹം സൂതൻ ശ്രീ ശുകബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷിയെ നമിക്കുകയാണ് ആ ഭഗവാനെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഓം